ഇപ്പം നമ്മുടെ നന്നായിട്ട് കനലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ പുറത്തെ ടെമ്പറേച്ചർ ഒരു 100-ന് മുകളിലായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അകത്തേക്ക് ഒരു 2 മണിക്കൂർ വെക്കാൻ പോവാണ്. ഓഹോ, യെസ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചിക്കനും പൊട്ടാറ്റോയും ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാ ചിക്കൻ, പിന്നെ നമ്മുടെ മസാലയൊക്കെ ഇട്ട്, പിന്നെ ഇവിടുത്തെ ഒരു റെഡ് കളർ പൊട്ടാറ്റോ കിട്ടും അത്, പിന്നെ കുറച്ച് ഗാർലിക്ക്, ക്യാരറ്റ്, പിന്നെ നമ്മൾ കുറച്ച് സവോളയെല്ലാം ഇതിനെ നിറച്ച് ഇത് നേരെ നമ്മുടെ ഓവനകത്തോട്ട് കയറാൻ പോകണം. അത് കനലിനകത്താണ് വെക്കുന്നത്. അപ്പം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ റാപ്പ് ചെയ്തെടുത്താൽ ഇനി നമ്മളിതിനെ കൊണ്ട് കനലിനകത്തോട്ട് വെക്കാൻ പോകണം. അപ്പം നമ്മൾ നല്ല കനലിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 2 മണിക്കൂർ അവിടെ ഇരുന്നങ്ങ് വേണം. ഇനി അടയ്ക്കുക. പുറത്തെ ടെമ്പറേച്ചർ ഏകദേശം 100-ന് മുകളിലായി. ഇന്നത്തെ സ്പെഷ്യൽ ഇതായിക്കോട്ടെ. നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു പാനിനകത്തോട്ട് ഇതായി. ചിക്കൻ നല്ല ജ്യൂസിയാണ്, നല്ല ഇങ്ങനെ വിട്ടു പോരും. പിന്നെ അതിനകത്തെ ഗ്രിൽഡ് പൊട്ടാറ്റോ ഒക്കെ ഇതിനകത്ത്.